ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോയൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുമായിരുന്നു. ദൈവം സഹായിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരു വലിയൊരു സദ്വാർത്ത ദൈവം തന്നു. അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഏതൊരു വിഷയത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ ദൈവം നമ്മളെ പൊന്നുപോലെ കൊണ്ടു നടക്കും. പരാതിയില്ല, പരിഭവമൊന്നുമില്ല. പരിശുദ്ധ അമ്മയെപ്പോലെ ഇങ്ങനെ ഈശോയോട് ചേർന്നിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, രണ്ടാമതൊരു ഓപ്ഷൻ വെക്കേണ്ട കാര്യമില്ല. തമ്പുരാൻ ഓൺ ദ സ്പോട്ടിലോ അല്ലെങ്കിൽ അവർക്ക് കൃത്യസമയത്ത് ദൈവം ഉത്തരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം ആവാറായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊന്നും മക്കളുണ്ടായിരുന്നില്ല. എനിക്ക് കുഞ്ഞുങ്ങളെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ഇത് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തമ്പുരാനോട് പറഞ്ഞു, അങ്ങയുടെ സമയം പോലെ നടന്നാൽ മതി. നമ്മൾ അതിനകത്ത് ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്നെപ്പോലെ കുട്ടികളില്ലാത്ത ഒരുപാട് പേര്, ഒരു പക്ഷേ ദമ്പതിമാരിത് ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് ഡോക്ടേഴ്സ് വിധി പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, ദൈവം ഇത് കാണുന്നുണ്ട്. ദൈവം കാണുന്നുണ്ട്. നമുക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം ഇത് കാണുന്നുണ്ട്. അത് നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല, ദുഃഖിതരായിട്ട് കാര്യമില്ല. മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അതൊക്കെ കേട്ടിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക്, തീർച്ചയായിട്ടും ഒരു വിശ്വാസിക്ക് ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. ഞാൻ പ്രാർത്ഥിച്ചൊരു രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ദൈവത്തോട് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കില്ല. നമുക്കൊരു വിഷയം ഇങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സമയം കൂടുതലായിട്ട് ചില കാര്യങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് ഒരിക്കലും പഴി ചാരാറില്ല, പരാതിയും പറയില്ല. ഞാൻ ഈശോയോട് പറയും, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് പറയും, ഈശോയെ, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഞാൻ പറയാറുണ്ട്. അതുപോലെ ദൈവഹിതം എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു കാര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ, കുഞ്ഞുങ്ങളില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു വിഷമത്തിൽ ഞാനും പോവാണ്. അധികം വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല. അപ്പം ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയിരുന്ന സമയത്ത് ഞാനിങ്ങനെ തമ്പുരാനോട് ആവശ്യപ്പെടുക ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഒരു ചാൻസും ഇല്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നവംബർ 12-ാം തീയതി 2025 നവംബർ 12-ാം തീയതി എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇതൊന്നും, ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. തമ്പുരാൻ അതിനൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരാഴ്ച മുന്നേ തന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, എന്താ ഇങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയോടും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെയധികം ക്ഷീണം തോന്നാൻ തുടങ്ങി. ഞാൻ അന്നേരം സ്വാഭാവികമായിട്ടും ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ പ്രഗ്നൻ്റ് ആവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ചിലപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഷുഗർ, ഇങ്ങനെ ചില സമയത്ത് ഷുഗർ വരാറുണ്ട്. അതുപോലെ കാലിന്
ചെറിയ ബുദ്ധിമുട്ടൊക്കെ നീരൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഞാൻ അന്നേരവും പറയാണ്, ഇല്ല ഡോക്ടറെ, അതിന് സാധ്യതയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ്, അപ്പോൾ ഡോക്ടർ ഒരു ഓപ്ഷൻ പറഞ്ഞു, എന്നാലും സാരമില്ല, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴും ഞാൻ ഡോക്ടറോട് പറയുന്നത്, ഡോക്ടറെ ഷുഗർ ഉണ്ടായിരുന്നു, ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഷുഗറും കൂടി നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഞെട്ടിപ്പോയി. റിസൾട്ട് കിട്ടിയപ്പോൾ സിസ്റ്റർ എന്നോട് പറയുകയാണ് UPT പോസിറ്റീവ് ആണെന്ന്. ഞാൻ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ എന്താ പറയേണ്ടത് ഒന്നും എനിക്കറിയത്തില്ല. അന്ന് നവംബർ 11 എനിക്ക് റിസൾട്ട് കിട്ടുകയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. നവംബർ 12 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടിങ്ങനെ നിന്നു. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ദൈവത്തോട് എന്താണ്, ഏത് രീതിയിൽ അത് പ്രകടിപ്പിക്കണം ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാൻ നന്ദി മാത്രമേ തമ്പുരാന് കൊടുത്തുള്ളൂ. ഈശോയോട് പറഞ്ഞു, കർത്താവേ, നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജീവിതത്തിൽ. എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും നഷ്ടപ്പെട്ടാലും ഞാൻ നന്ദി പറയുന്ന ഒരാളാണ്. ഒരിക്കലും കർത്താവിന് പരാതി പറഞ്ഞിട്ടില്ല, പഴി ചാരിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 4, 5, 6 നമുക്കറിയാം, 10, 25 കൊല്ലം, എന്തിനു പോകുന്നു 40 വർഷം വരെ കാത്തിരുന്നിട്ട് കുട്ടികളുണ്ടാവാത്തവർക്ക് മക്കളെ കൊടുക്കുന്നു തമ്പുരാൻ. നമുക്കറിയാം, അതിനൊക്കെ എത്രയോ ഉദാഹരണമുള്ള എലിസബത്ത് ഗർഭിണിയായത്, വന്ധ്യയായ എലിസബത്ത് ഗർഭിണിയായെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഗർഭിണിയായിക്കൂടെ? അത്രയും ഓർത്താൽ മതി. അപ്പോൾ മക്കളില്ല എന്ന് കരുതി ഓർത്ത് വിഷമിച്ചിരിക്കരുത്. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുക. പ്രാർത്ഥിക്കണം, ദൈവത്തിന് നന്ദി പറയണം. എപ്പോഴും പരാതി പറയരുത്, അയ്യോ എനിക്ക് കുട്ടികളില്ല, ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് മക്കളുണ്ടാവാത്ത. ഇങ്ങനെ ആകുലതകളും വ്യാകുലതകളും വെച്ചാൽ അതിൻ്റെ ചാൻസസ് കുറയത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിന് സന്തോഷം കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് എല്ലാ കാര്യത്തിലും നന്ദി പറഞ്ഞ്, ഒരു പരാതിയില്ല, പരിഭവമില്ല, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തോട് ചേർന്ന് നിന്ന കറക്റ്റ് ഒരു സമയത്ത്, ആ ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ സമയം. ആ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് വിശ്വസിച്ച് നമ്മളൊരു കാര്യം കർത്താവിനെ ഏൽപ്പിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ചിലപ്പോൾ 1 കൊല്ലവും 2 കൊല്ലവും ചിലപ്പോൾ കുറച്ച് വൈകിയാലും നമുക്കത് കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ട സമ്മാനമായിരിക്കും ദൈവം നമുക്ക് തരുന്നതെന്നറിയാമോ? എനിക്ക് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. ഞാൻ വേറെ എവിടെയും പോയില്ല. ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ വിഷയമേ ഞാൻ മറന്നു പോയതായിരുന്നു. എനിക്കറിയാം തമ്പുരാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്ത് നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 1 or 2 തവണ മാത്രമേ കർത്താവിനോട് ഞാനിത് പറഞ്ഞു, ഈശോയെ എനിക്കൊരു കുഞ്ഞിനെ തരണേ, പക്ഷേ അത് നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞല്ലാതെ ഞാൻ മറ്റൊരു തരത്തിൽ പോലും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈശോയോട് ചേർന്ന് വിശ്വാസത്തോടെ കർത്താവിന് എല്ലാ കാര്യവും നിങ്ങൾ നന്ദി പറഞ്ഞു, പരാതിയും പരിഭവങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഹാപ്പി ആയിട്ടൊന്ന് നന്ദി പറഞ്ഞു നോക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കും. ഇതെൻ്റെ അനുഭവം മാത്രമല്ല, ഒരുപക്ഷെ ഒരുപാട് ദൈവമക്കൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പരിശുദ്ധ അമ്മ, നമുക്കറിയാം, പരിശുദ്ധ അമ്മ ദൈവത്തോട് ഒട്ടി നിന്നൊരാൾ. അമ്മയ്ക്കും ഇത് തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഒരു പരാതി പോലും അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ദൈവത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത ദമ്പതിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥനയിലും ഞാൻ ഓർക്കും. അതുപോലെ നിങ്ങളും ഓരോരുത്തർക്കും ഇതുപോലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.